ഇതാ നബിയെ ചൂടുവെള്ളം, ഒന്നുവെടുക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാണ്. മുത്തുനബി അവിടെ നിന്ന് ചൂടുവെള്ളം ചോദിച്ചില്ലല്ലോ. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ ഉറങ്ങാതെ നബി തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, റബിയാ ഉറങ്ങിയില്ലേ റബിയാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, ഇല്ല നബിയേ, വെള്ളം തയ്യാറാക്കി അങ്ങയുടെ റൂമിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഉറങ്ങാതെ ഒരു രാത്രി മുഴുവനും നബി തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ കാത്തുനിന്ന ചെറുപ്പക്കാരന് അള്ളാന്റെ റസൂൽ അവിടുന്ന് കാണുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. എന്തൊരു സ്നേഹമാണ് പടച്ചവന്, എന്തൊരു സ്നേഹമാണ് പടച്ചവന്. ഈ ചെറുപ്പക്കാരന് ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാണ് പടച്ചവനെ? നബി തങ്ങൾ അവിടുന്ന് ചിന്തിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, റബിയാ, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു റബിയാ. ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തു വേണമെങ്കിലും ചോദിക്കുക റബിയാ, എന്തു വേണമെങ്കിലും നീ ചോദിക്കു റബിയ, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. ആരാ പറയുന്നത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. എന്തു വേണമെങ്കിലും ചോദിക്കാറ്, എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന പാവപ്പെട്ടവനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് ചോദിക്കുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. വല്ലാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പടച്ചവനെ, കിട്ടിയ അവസരം അവിടെ നിന്ന് മുതലാക്കുകയാണ്. ആ ചെറുപ്പക്കാര സ്വർഗം വേണമെന്നല്ല പറയുന്നത്, അധികാരം വേണമെന്നല്ല പറയുന്നത്, സമ്പത്ത് വേണമെന്നല്ല പറയുന്നത്, കൊട്ടാരം വേണമെന്നല്ല പറയുന്നത്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. ഇതുപോലെ നാളെ സ്വർഗത്തിലും അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക റബിയ. നിനക്ക് സമ്പത്ത് വേണോ? നിനക്ക് കൊട്ടാരം വേണോ? നിനക്ക് അധികാരം വേണോ? വേറെ എന്ത് വേണമെങ്കിലും ചോദിക്ക റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ, അങ്ങയുടെ കൂടെ താമസിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് കൊടുത്താലും എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ, നിനക്കും ആഗ്രഹമില്ലേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ? നിനക്ക് കൊതിയില്ലേ? 63 വർഷക്കാലമാണ് നബി തങ്ങൾ ജീവിച്ചത്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലാണെങ്കിലോ, അതാ പടച്ചവനെ, സ്വർഗത്തിൽ മരണമില്ലല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മരണമില്ലല്ലോ. അതാ ഉലൈക, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക അസ്ഹാബുൽ ജന്ന.
ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാ. അവിടെ മരണമില്ലടോ, അവിടെ കഷ്ടപ്പാടില്ലടോ, അവിടെ രോഗങ്ങളില്ലടോ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് പടച്ചവനെ എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. പടച്ചവരെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. ആരുടെ ഗ്ലാമർ എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ടവര് കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറഞ്ഞ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് അള്ളാന്റെ സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ കഷ്ടപ്പാടില്ല, അവിടെ ദാരിദ്ര്യമില്ല, അവിടെ പ്രയാസമില്ല, അവിടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. പടച്ചവനെ നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, വഅദ് പറയണ്ട, വഅദ് കേൾക്കണ്ട, സദക്ക കൊടുക്കണ്ട. പടച്ചവനെ ഒരു നന്മയും നമുക്കവിടെ ചെയ്യണ്ട. പടച്ചവനെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അള്ളാന്റെ സ്വർഗത്തില് നിസ്കരിക്കണോ, നോമ്പ് പിടിക്കണോ? സെറ്റാരെന്തപ്പോ പോയാ മോനെ ഇത്തിരി ഡിലേക്ക് ഇറോ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കഷ്ടപ്പാടില്ല, നിസ്കാരമില്ല, നോമ്പില്ല, സദക്കയില്ല, എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം. അള്ളാന്റെ സ്വർഗത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം. അവിടെ ആരും വഅദ് പറയാനും ഉപദേശിക്കാനും നസീഹത്ത് പറയാനും ആരും വരൂല. അവിടെ എല്ലാവർക്കും 33 വയസ്സ്. എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമറാണ് എല്ലാവർക്കും. അതോട് കുടുംബത്തെ പോറ്റണ്ട, ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഭയക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, അവിടെ ഒന്നുമില്ല. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കാം. ആ സ്വർഗത്തിൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാരനാകാൻ കഴിയണം. ആ നബി തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ നടക്കണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ആമീൻ പറയാൻ പോലും മനസ്സില്ല, പിന്നെ എങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടാവുക? അള്ളാഹു അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് നാളെ സ്വർഗത്തിൽ നബി തങ്ങളുടെ കൂട്ടുകാർ? ആരാണ് നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സഹവസിക്കണമെങ്കിൽ, നബിതങ്ങളുടെ കൂടെ നടക്കണമെങ്കിൽ ചെയ്യേണ്ട നന്മകൾ എന്താ? നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ നിങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കടോ. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ പുതയ്ക്കാൻ മറ്റൊരു വസ്ത്രമില്ലാത്ത ചെറുപ്പക്കാരൻ. ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറ് നിറച്ചു ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവപ്പെട്ടവനാണ്. എന്തു വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയെ. നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് സ്വർഗം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഞാൻ വാങ്ങിത്തരാം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.